അഗ്നി ആൻ എറ്റേണൽ ലവ് ഭാഗം 56. ദിവസങ്ങൾ കഴിഞ്ഞു വരുന്നതിനനുസരിച്ച് ശ്രീജിത്ത് ദേവുവിൻ്റെ പിന്നാലെ കൂടി. അവളോട് വന്ന് സംസാരമൊന്നും ഇല്ലെങ്കിലും അവൾ പോകുന്ന പല സ്ഥലങ്ങളിലും അവൻ ഉണ്ടാവാറുണ്ട്. അവൾക്ക് അവൻ തന്നെ ഫോളോ ചെയ്യുന്നത് പോലെയൊക്കെ തോന്നിത്തുടങ്ങി. അവൻ്റെ മനസ്സിൽ എന്തോ പ്ലാൻ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഇപ്പോൾ പോണോ മഹിയേട്ടാ? അവൻ്റെ അടുത്ത് ചുറ്റിപ്പറ്റി നിന്നാണ് അവളുടെ ചോദ്യം. മഹി ഇന്ന് ഒന്ന് തിരുവനന്തപുരം വരെ പോവുകയാണ്. സ്റ്റോക്ക് എടുക്കാനുള്ള എന്തൊക്കെയോ കാര്യത്തിന് വേണ്ടിയാണ്. അവൻ തന്നെ പോയേ പറ്റൂ. വർഷത്തിലൊരിക്കൽ അവനിങ്ങനെ പോകാറുണ്ട്. കഴിഞ്ഞ വർഷം വരെ അവൾക്കത് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ എന്തോ അവനെ പിരിഞ്ഞു നിൽക്കാനാവാത്തതുപോലെ. അടങ്ങി നിൽക്ക് ദുർഗയെ, ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ. അവൾ വീണ്ടും തന്നിലേക്ക് അടുത്ത് വന്നതും അവൻ അവളെ തന്നിൽ നിന്ന് നീക്കി നിർത്തി. അതുകൂടിയായതും അവൾക്ക് സങ്കടമായി. തന്നെ വിട്ടുപോകുന്നതിന് അവന് വിഷമമൊന്നുമില്ലെന്നാണ് അവൾക്ക് തോന്നിയത്. പക്ഷേ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അവളെ വിട്ടുപോകുന്നതിലുള്ള സങ്കടം അവനിലും ഉണ്ടായിരുന്നു. അത് അവളെ അറിയിക്കാതിരിക്കാനാണ് അവൻ മനഃപൂർവ്വം അവളോട് അല്പം പരുക്കമായി പെരുമാറിയത്. അല്ലെങ്കിൽ ചിലപ്പോൾ അവനും കൂടി അങ്ങനെ വിഷമിച്ച് പെരുമാറിയാൽ അവൾക്കത് ഇരട്ടി സങ്കടമാകും. പൊക്കോ, എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊക്കോ, അല്ലെങ്കിൽ എന്നെ വേണ്ടല്ലോ. നോക്കിക്കോ, പോയിട്ട് ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. വരട്ടെ ദുർഗയെ, കുഞ്ഞാ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. അവൻ ബാഗൊക്കെ പാക്ക് ചെയ്യുന്ന സമയം അവൻ്റെ അരികിൽ നിന്ന് മാറി കട്ടിലിൽ അവനെതിരായിരുന്ന് അവൾ പിറുപിറുത്തു. അത് കേട്ടതും അവന് ശരിയാണ് വന്നത്. അവൻ അവളുടെ പിന്നിലൂടെ ഒന്ന് പുണർന്നു. ഞാൻ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് വരില്ലേ? പിന്നെ എന്തിനാ ഈ പരിഭവവും പിണക്കവും സങ്കടവും ഒക്കെ? പിന്നിൽ നിന്ന് പുണർന്നുകൊണ്ട് അവൻ അവളുടെ കവിളിൽ ഒന്ന് അമർത്തി ഉമ്മ വെച്ചു. എനിക്കെന്തോ ഒരെന്തോയും ഇല്ല. ഞാൻ ദാ എന്ന് പോയിട്ട് ദേ ഇങ്ങോട്ടെത്തും. അവനും അവളുടെ താളത്തിനനുസരിച്ച് പറഞ്ഞു. ഞാൻ പോയിട്ട് വേഗം വരാം. അവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചിറങ്ങി. അപ്പച്ചിയോട് യാത്ര പറഞ്ഞ് അവൻ ക്യാബിലേക്ക് കയറി. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി. ദുർഗ അവൻ പോയപ്പോൾ മുതൽ ആകെ മൂഡ് ഓഫാണ്. അവളുടെ മുഖത്ത് നിന്ന് തന്നെ അത് വായിച്ചെടുക്കാം. പിറ്റേ ദിവസം പഠിക്കാൻ പോയപ്പോഴും അവളുടെ മുഖത്ത് അങ്ങനെ തന്നെ ഒരു മ്ലാനതയുണ്ടായിരുന്നു. ദേവേട്ടൻ നാളെ ഇങ്ങോട്ട് വരില്ലേ? പിന്നെന്തിനാ ഈ മുഖം ഇങ്ങനെ ഇരിക്കണേ? ക്ലാസ്സിലിരിക്കുമ്പോഴും വലിയ താല്പര്യമില്ലാത്തതുപോലെ ഇരിക്കുന്ന ദേവുവിൻ്റെ മുഖത്ത് ഒന്ന് അമർത്തിക്കൊണ്ട് സോന ചോദിച്ചു. അറിയില്ല, എന്തോ മനസ്സിനൊരു സുഖമില്ല. നാളെ കഴിഞ്ഞ ദേവേട്ടൻ ഇങ്ങ് എത്തുമല്ലോ. ഇതൊക്കെ നിന്റെ തോന്നലാണ് ദേവു. സോന അവളുടെ തലയിലൊന്ന് തട്ടി. ഇൻ്റർവെല്ലായതും അവളുടെ മൂഡൊന്ന് ശരിയാവാൻ രണ്ടും കൂടി ക്യാൻറ്റീനിലേക്ക് പോയി. അവിടെ അവരങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞിരിക്കുമ്പോഴാണ് ആരതി അവരുടെ അടുത്തേക്ക് വന്നത്. അന്നത്തെ സംഭവത്തിന് ശേഷം ആരതിയോട് ദേവു സംസാരിക്കും. അതുവഴി സോനയും ആരതിയോട് നല്ല കമ്പനിയായി. ഇപ്പോൾ ദേവുവിൻ്റെ മുഖം അങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാണ് ആരതിയും വന്നത്. അതേസമയം തന്നെയാണ് ആൽബിൻ സാർ അങ്ങോട്ട് വന്നത്. ടീച്ചർ കൂടെ ഇരിക്കുന്നത് കണ്ടതും ആൽബിൻ സാർ അവരുടെ അടുത്തേക്ക് വന്നു. വെറുതെ അങ്ങനെ ഇരിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ സാറിനോടും അവരുടെ കൂടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്ന സമയത്തും ദേവു ആരതിയെ ഒന്ന് ശ്രദ്ധിച്ചു. ആരതിയുടെ കണ്ണുകൾ ഇടയ്ക്ക് ആൽബിൻ സാറിലേക്ക് പാറി വീഴുന്നത് മറ്റാരും ശ്രദ്ധിച്ചില്ലെങ്കിലും ദേവു ശ്രദ്ധിച്ചിരുന്നു. അതപ്പോൾ ചോദിക്കേണ്ടെന്ന് നമ്മൾ കരുതി. പിന്നെ വൈകുന്നേരം വീട്ടിൽ പോയിട്ട് അവളെ ഒന്ന് വിളിച്ച് ഈ കാര്യം ചോദിക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചു. വൈകുന്നേരം ദേവു വീട്ടിലെത്തിയപ്പോൾ ഈ കാര്യം മറന്നുപോയിരുന്നു. മഹി അവിടെ എത്തിയെന്ന് പറഞ്ഞ് വീഡിയോ കോൾ ചെയ്തിരുന്നു. അവനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് കുറച്ച് ആശ്വാസം കിട്ടി. മനസ്സിനൊരു സമാധാനം തോന്നി. അത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ആരതി ഇങ്ങോട്ട് വിളിക്കുന്നത്. അങ്ങോട്ട് വിളിക്കണമെന്ന് ഉദ്ദേശിച്ച കാര്യം ദേവു മറന്നുപോയിരുന്നു. പക്ഷേ അവളിപ്പോൾ ഇങ്ങോട്ട് വിളിച്ച സ്ഥിതിക്ക് ഇപ്പോൾ എന്തായാലും അത് ചോദിക്കാമെന്ന് ദേവു കരുതി. ഹലോ ദേവു. എന്താ ചേച്ചി? എടാ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. അവളുടെ ശബ്ദത്തിൽ ആകെ ഒരു പതർച്ച. ദേവു അവളെ സംശയത്തോടെ കേട്ടിരുന്നു. എന്താ കാര്യം? ആൽബിൻ സാറിനും നീയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? അവളുടെ പരിങ്ങിയുള്ള സംശയം കേട്ടതും ദേവുവിന് ചിരി വന്നു. തൻ്റെ സംശയം തെറ്റിയില്ല എന്നവൾക്ക് മനസ്സിലായി. ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ലല്ലോ. ദേവു അവളെ ഒന്ന് കളിപ്പിക്കാമെന്ന് കരുതി കൂളായിട്ട് തിരികെ പറഞ്ഞു. അപ്പുറത്ത് നിന്ന് ആരതിയുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ഹലോ ചേച്ചി, കേൾക്കുന്നില്ലേ? ഉണ്ട്. എന്നിട്ടെന്താ മിണ്ടാതിരിക്കുന്നത്? ദേവു കാര്യം തിരക്കി. അല്ല, സ്റ്റാഫ് റൂമിൽ പറയുന്ന കേട്ടല്ലോ നീയും ആൽബിൻ സാറും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന്. ഇല്ലല്ലോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചി തന്നെ ആൽബിൻ സാറിനോട് ചോദിച്ചാൽ മതി. അവൾ അങ്ങനെ പറഞ്ഞു. മറുവശത്ത് നിന്ന് ആരതി ഒന്നും മിണ്ടിയില്ല. ചേച്ചി ഇത് ചോദിക്കാനാണോ എന്നെ വിളിച്ചത്? ഇല്ല, ഞാൻ വെറുതെ വിളിച്ചതാണ്. ശരിയെങ്കിൽ വെക്കട്ടെ. ചേച്ചി വെക്കല്ലേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? ചേച്ചിക്ക് ആൽബിൻ സാറിന് ഇഷ്ടമാണോ? പതിഞ്ഞ ശബ്ദത്തിലാണ് ദേവു അവളോട് ചോദിച്ചത്. ഏയ്, എനിക്കങ്ങനെയൊന്നുമില്ല. ആരതി ആകെ പതറി. പിന്നെ ചേച്ചി എന്തിനാ ആൽബിൻ സാറിനെ വെറുതെ നോക്കി നിൽക്കുന്നത്? ഞാൻ അയാളെ നോക്കി നിന്നോ? എപ്പോ? നീ വെറുതെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ ദേവു? ആരതി അത് സത്യമല്ലെന്ന രീതിയിൽ വാക്കുകൾ പെറുക്കി കൂട്ടി പറഞ്ഞു. ഞാൻ എന്തിനാ വെറുതെ പറയുന്നത്? ഞാൻ സത്യമാണ് ചോദിച്ചതും പറഞ്ഞതും.
ഞാൻ ഇന്ന് കണ്ട കാര്യമാണ് ചേച്ചി ക്യാൻറ്റീനിൽ വെച്ച് ആൽബിൻ സാറിനെ തന്നെ നോക്കിയിരിക്കുന്നത്. ചേച്ചി ഇനി വീണെടുത്ത് കിടന്ന് ഉരുണ്ട് കളിക്കണ്ട. ദേവു ശബ്ദത്തിൽ അല്പം ഗൗരവം വരുത്തിക്കൊണ്ട് ചോദിച്ചു. ദേവു, അത് അത് പിന്നെ ആൽബിൻ സാർ പാവാണ്. ചേച്ചിക്ക് പുള്ളിയോട് അങ്ങനെ വല്ല ഇഷ്ടമുണ്ടെങ്കിൽ അത് വെറുതെ മനസ്സിൽ വെച്ചോണ്ടിരിക്കാതെ ആളോട് തുറന്നു പറയാൻ നോക്ക്. ദേവു ഉള്ള കാര്യം അവളോട് പറഞ്ഞു. ഒന്ന് പോയേ ദേവു, എനിക്ക് അങ്ങനെയൊന്നുമില്ല. വെപ്രാളപ്പെട്ട് പറഞ്ഞുകൊണ്ട് ആരതി വേഗം ഫോൺ കട്ടാക്കിയിരുന്നു. ദേവുവിന് അവളുടെ വെപ്രാളം പിടിച്ചുള്ള സംസാരവും വേഗത്തിലുള്ള ഫോൺ കട്ട് ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ട് ചിരിയാണ് വന്നത്. ക്യാൻറ്റീനിലിരിക്കുമ്പോൾ ആരതി ആൽബിൻ സാറിനെ നോക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് ആൽബിൻ സാറിനോട് എന്തോ ഒരു സ്പാർക്കുണ്ടെന്ന് ദേവുവിന് മനസ്സിലായതാണ്. എന്തായാലും അത് അന്നേരം ചോദിച്ച് എല്ലാവരും അറിയിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് വൈകുന്നേരം ഫോണിൽ വിളിച്ച് ചോദിക്കാമെന്ന് കരുതിയത്. എന്തായാലും അവളുടെ ഈ തരത്തിലുള്ള കാട്ടായങ്ങളിലൂടെ തന്നെ ദേവുവിന് ആൽബിൻ സാറിനോട് ആരതിക്ക് എന്തോ ഒരു സ്പാർക്കുണ്ടെന്നുള്ളതിൽ ഉറപ്പായി. അങ്ങനെ പിറ്റേ ദിവസമായി. ഇന്നാണ് ദേവൻ തിരുവനന്തപുരം പോയിട്ട് തിരികെ വരുമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ദേവു ആകെ എക്സൈറ്റ്മെൻറ്റിലാണ്. രാവിലെ അവനെ വിളിച്ചപ്പോൾ പറഞ്ഞത് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയാകും എത്താനെന്നാണ്. വൈകുന്നേരമായിട്ടും അവനെ കാണാതെ വന്നതും അവൾ വീണ്ടും വിളിച്ചു. പക്ഷേ അവൻ്റെ ഫോൺ ഔട്ട് ഓഫ് കവറേജ് ഏരിയയിലായിരുന്നു. നിരാശയോടെ അവൾ ഫോൺ കട്ട് ചെയ്ത് ഒരുപാട് നേരം അവനെ കാത്തിരുന്നുവെങ്കിലും അവൻ വന്നില്ല. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ലായിരുന്നു. വൈകുന്നേരം കഴിഞ്ഞ് രാത്രിയുമായി. എന്നിട്ടും അവൻ വരാതെയായതും വീണ്ടും അവനെ കാത്തിരിക്കാനൊരുങ്ങിയവളെ അപ്പച്ചി തന്നെ പറഞ്ഞുകൊണ്ട് കിടക്കാനായി മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. കട്ടിലിൽ അങ്ങനെ കിടന്നിട്ടും അവൾക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. അവനെക്കുറിച്ച് ആലോചിച്ച് അങ്ങനെ കിടന്ന് എപ്പോഴോ അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി. രാത്രി എന്തൊക്കെയോ ശബ്ദം കേട്ടപ്പോഴാണ് ദേവു പിന്നീട് എഴുന്നേൽക്കുന്നത്. മുറിയിലാകെ ഇരുട്ടാണ്. എന്താണ് ഈ ശബ്ദം എന്നറിയാൻ അവൾ വേഗം ബെഡിൽ തൻ്റെ ഫോൺ അന്വേഷിച്ചു. പക്ഷേ അത് കയ്യിൽ തടയാതെ വന്നതും അവൾക്കൊരു നിമിഷം വല്ലാത്ത ഭയം തോന്നിപ്പോയി. ആരാണ്? പെട്ടെന്ന് മുറിയിലൊരു നിഴലനക്കം പോലെ തോന്നിയതും അവൾ ഉറക്കെ ചോദിച്ചു. അപ്പച്ചി! ദേവു ഉറക്കെ അലറിക്കൊണ്ട് അപ്പച്ചിയെ വിളിച്ചു. പക്ഷേ അപ്പോഴേക്കും മുറിയിലെ ലൈറ്റ് വീണിരുന്നു. പക്ഷേ മുറിയിൽ വീണ ലൈറ്റ് കണ്ടതും അവൾ ആകാംക്ഷയോടെയും അതിലുപരി അത്ഭുതത്തോടെയും ചുറ്റും നോക്കി. മുറിയിലാകെ ലൈറ്റ് മഞ്ഞ നിറത്തിലുള്ള ഫെയറി ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. വാതിലിൻ്റെ സൈഡിലായി ഒരു ചെറിയ ടേബിളും കേക്കും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെയുള്ള കസേരയിലായി മഹി ഇരിക്കുന്നു. അവൾ ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ചു. ഒരു നിമിഷം അവളുടെ ഉള്ളിൽ അത്രത്തോളം ഭയം നിറഞ്ഞിരുന്നു. പക്ഷേ അവനെ കണ്ടപ്പോഴേക്കും അവൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അവനെ അവൾ കൂടുതൽ ഇറുക്കി കെട്ടിപ്പിടിച്ചു. ഹാപ്പി ബർത്ത്ഡേ! അവളെ അങ്ങനെ തന്നെ പുണർന്നു നിന്നുകൊണ്ട് അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ശരിയാണ്, ഇന്ന് നവംബർ 8-ാം തീയതിയാണ്. തൻ്റെ ബർത്ത്ഡേ ആണ്. ഇങ്ങോട്ട് വന്നതിൽ പിന്നെ മഹി 2 തവണയും തന്നെ മറക്കാതെ വിഷ് ചെയ്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് തന്നിട്ടുണ്ട്. തൻ്റെ ബർത്ത്ഡേ താൻ അങ്ങനെ മറന്നു പോകാറില്ല എന്നും അവൾ ഓർത്തു. പക്ഷേ ഇത്തവണ അതും താൻ മറന്നുപോയി. കൂടെ മഹി ഇല്ലാത്തത് തന്നെയാണ് കാരണം. അവനില്ലാത്തത് കൊണ്ട് തന്നെ അവൻ്റെ ചിന്തയിലായിരുന്നു സർവ്വസമയവും. അതുകൊണ്ട് തന്നെ തൻ്റെ ബർത്ത്ഡേയെ കുറിച്ചുള്ള ആലോചിക്കാനുള്ള നേരമൊന്നും അവൾക്ക് കിട്ടിയില്ല. കലങ്ങിയ കണ്ണുകളോട് കൂടെ അവൾ അവനെ മുഖമുയർത്തി നോക്കി. അവൻ അപ്പോഴേക്കും മുറിയിലെ മെയിൻ ലൈറ്റ് ഇട്ടു. നല്ലൊരു ദിവസമായിട്ട് എന്തിനാ ഇങ്ങനെ കരയുന്നത്? അവൾ കരയുന്നത് ഇഷ്ടമല്ല. അവൾ കരയുമ്പോൾ സാധാരണ അവൻ ദേഷ്യപ്പെടുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ അവൾ അപ്പോഴൊന്നും കരച്ചിൽ നിർത്തില്ല. പക്ഷേ ഇത്തവണ അവൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് അവളുടെ നിറഞ്ഞ കണ്ണുനീർ തുടച്ചു കൊടുത്തു. പേടിച്ചു പോയോ എൻ്റെ കുഞ്ഞ്? അവൻ അവളുടെ കവിളിൽ ഒന്ന് തട്ടിക്കൊണ്ട് ചോദിച്ചു. അവൾ അതെ എന്ന രീതിയിലും അല്ലെന്ന രീതിയിലും തലയാട്ടി. അപ്പച്ചി അറിഞ്ഞോ? അറിഞ്ഞു. ഞാൻ വന്നപ്പോൾ അപ്പച്ചിയാണ് വാതിൽ തുറന്നു തന്നത്. ഇന്ന് നിന്റെ പിറന്നാളാണെന്ന് അപ്പച്ചിക്ക് അറിയാമായിരുന്നു. ഇനി എന്തെങ്കിലും ശബ്ദം കേട്ടാലും മുകളിലേക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. മരുന്ന് കഴിച്ചത് കൊണ്ട് തന്നെ വെറുതെ അപ്പച്ചിയുടെ ഉറക്കം കളയേണ്ടെന്ന് കരുതി. നേരം വെളുത്തിട്ട് നമുക്ക് വിശദമായിട്ട് വലിയ കേക്ക് തന്നെ മുറിക്കാം. അവൻ അവളുടെ കവിളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് കുട്ടികളോട് പറയും പോലെ അവൻ അവളോട് പറഞ്ഞു. ഞാൻ വിളിച്ചിട്ട് എന്താ ഫോണിൽ കിട്ടാതിരുന്നത്? ഫോണിൽ റേഞ്ച് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അതിൽ ചാർജും തീർന്നിരിക്കുമായിരുന്നു. ട്രെയിനിലാണെങ്കിൽ ഫോൺ ചാർജിലിടാനാണെങ്കിൽ എല്ലാവരുടെയും കൂടെയുള്ള ഇടി. ഞാനാണെങ്കിൽ ഇവിടുന്ന് പവർ ബാങ്ക് എടുക്കാനും മറന്നുപോയി. അതുകൊണ്ട് ചാർജ് തീർന്നു. അവൻ പറഞ്ഞതിന് അവളൊന്നും മൂളി. സമയം കളയണ്ട, വേഗം കേക്ക് കട്ട് ചെയ്യ്. മുന്നിലിരിക്കുന്ന ചെറിയ കേക്ക് 2 പേരും ചേർന്ന് കട്ട് ചെയ്ത് പരസ്പരം പങ്കുവെച്ച് കഴിച്ചു. അവളുടെ നെറ്റിയിൽ ഒരു ചെറിയ മുത്തവും കൊടുത്തുകൊണ്ടാണ് അവൻ അവൾക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചത്. കുറച്ച് സമയം കൊണ്ട് അവളുടെ ഉള്ളിൽ ഉണർന്ന ഭയം ഇല്ലാതെയാക്കാൻ അവൻ്റെ കൂടെയുള്ള നിമിഷ നേരങ്ങൾ മാത്രം മതിയായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ദേവു അമ്പലത്തിലൊക്കെ പോയിരുന്നു. കൂടെ ദേവനും അപ്പച്ചിയും പോയി. അവളുടെ വീട്ടിൽ പോയി അമ്മയുടെ അസ്ഥിത്തറയിലൊക്കെ പ്രാർത്ഥിച്ചു. വീട് അങ്ങനെ ഇട്ട് നശിപ്പിച്ച് കളയണോ ദേവു? അത് ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കുന്നത് നല്ലതാവില്ലേ? തിരികെ വീട്ടിലേക്ക് നടക്കും വഴിയാണ് അപ്പച്ചി അത് ചോദിച്ചത്. മഹിക്ക് അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നുവെങ്കിലും ദേവു ഒന്നും പറയാത്തത് കൊണ്ടാണ് അവനും അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാതിരുന്നത്. ഞാനും അതുതന്നെയാണ് അപ്പച്ചി കരുതുന്നത്. ഇതിപ്പോൾ ആ ചേച്ചിയെ എല്ലാ ദിവസവും ഇങ്ങനെ നിർത്തുന്നതിന് പകരം ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കാമായിരുന്നു. ദേവു പറഞ്ഞപ്പോൾ മഹി അവളെ ഒന്ന് നോക്കി. ഇത്ര നാളായിട്ടും അവൾ ഇതിനെക്കുറിച്ചൊന്നും തന്നോട് പറഞ്ഞില്ലല്ലോ എന്ന രീതിയിൽ.
വീട്ടിലേക്കെത്തി. ഇന്ന് ക്ലാസ്സുള്ള ദിവസമാണ്, അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ പോകണം. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.